വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പോരാട്ട പ്രഖ്യാപനവുമായി LDFന്റെ രാപ്പകൽ സമരം ദില്ലിയിൽ അവസാനിച്ചു. അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ പ്രക്ഷോഭം തുടരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി വയനാടിനായി ശബ്ദം ഉയർത്തുന്നില്ലെന്നും വിരുന്നുകാരിയെ പോലെയാണ് മണ്ഡലത്തിൽ വന്നുപോകുന്നതെന്നും LDF ജില്ലാ നേതൃത്വവും ആരോപിച്ചു. ഇന്നലെ ആരംഭിച്ച സമരമാണ് ഇന്നും തുടർന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് വലിയ പ്രക്ഷോഭം രാജ്യതലസ്ഥാനത്ത് LDF സംഘടിപ്പിച്ചത്. CB ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത മുണ്ടക്കൽ ചൂരമല പുനരധിവാസത്തിനായി കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വയനാട് LDF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ദില്ലിയിൽ 2 ദിവസം ദില്ലിയിലെ ജന്തർ മന്ദിറിൽ രാപ്പകൽ സമരം തീർത്തത്. വലിയ പങ്കാളിത്തം, പ്രത്യേകിച്ച് 165ലധികം വളണ്ടിയർമാരാണ് ഈ ദില്ലിയിലെ ജന്തർ മന്ദിരത്തിൽ സമരം നടത്തിയത്. ഈ സമരത്തിൽ വലിയ പങ്കാളിത്തം മാത്രമല്ല വലിയ സ്വീകാര്യതയും ദേശീയ ശ്രദ്ധയും നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആം ആദ്മി പാർട്ടിയുടെ MP സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഈ ഒരു സമരപന്തലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഭാഷാ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കന്മാർ ഈ സമരപന്തലിലെത്തി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൈകോർക്കുന്ന ഒരു കാഴ്ച കൂടി ഈ ദില്ലിയിലെ ജന്തർ മന്ദിറിൽ 2 ദിവസമായി നടന്ന ഈ രാപ്പകൽ സമരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ രാവിലെ കേരള ഹൗസിൽ നിന്നും പ്രകടനമായിരുന്നു ഈ 160ഓളം LDFന്റെ നേതാക്കളടക്കമെല്ലാം തന്നെ ഈ വളണ്ടിയർമാർ ഈ ജന്തർ മന്ദിറിലേക്ക് സമരം പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. പിന്നീട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, V. ശിവദാസൻ MP അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണനാണ് ഈ ഒരു രാപ്പകൽ സമരം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. ഇന്നും വളരെ വലിയ ആവേശത്തോടെ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദി സർക്കാരിനുമെതിരെ സമരം തീർത്തുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് ഇന്നും സമാനമായ രീതിയിൽ സമരപന്തലിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇന്ന് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ K. രാധാകൃഷ്ണൻ MP ആണ് ഈ സമരപന്തലിലെത്തിയ ഏറ്റവും പ്രമുഖനായ നേതാവ്. അദ്ദേഹം പ്രധാനമായും നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിൽ എല്ലാ രീതിക്കും കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണ്. ഒരു ദുരന്ത മുഖത്ത് പോലും ഈ ഒരു അവഗണന തുടർന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്റിനകത്തും പുറത്തും നിരവധി സമരങ്ങൾ നയിച്ചിട്ടും ഇപ്പോഴും ₹1 പോലും കേന്ദ്ര സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ അവിടെ കേരളത്തിലുണ്ടായ അല്ലെങ്കിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ അപലപിക്കുകയല്ല, സഹായമാണ് വേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി അല്ലെങ്കിൽ ഈ ബീഹാറും ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെയും പ്രീതിപ്പെടുത്തുമ്പോഴും കേരളത്തിന് ഇപ്പോഴും കഴിഞ്ഞ ബജറ്റിൽ പോലും ഒരു സഹായം പോലും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇനി വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കണമെന്നും ഇതൊരു ആനുകൂല്യമല്ല, കേരളത്തിന് ലഭിക്കുന്ന ഔദാര്യമല്ല, അർഹതപ്പെട്ട ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ ദുരന്തമെല്ലാം കണ്ട് മനസ്സിലാക്കിയ ആളുകൾ വീണ്ടും ആ ദുരന്തമുണ്ടായതിന് സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ നടത്തേണ്ടി വരിക എന്നുള്ളത് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാ രംഗത്തും പുറകോട്ട് വാ, എന്നിട്ട് വന്ന് യാചിക്കുക എന്നാണ് കേന്ദ്രമന്ത്രിമാർ പോലും പറയുന്നത്. അപ്പൊ കേന്ദ്രത്തിന്റെ ഈ സമീപനം അത് തിരുത്തിക്കുറിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. വയനാടിൻ്റെ MP ആയ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ പോലും വയനാടിന് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല എന്ന് വയനാട്ടിലെ LDF ജില്ലാ കമ്മിറ്റി ഇന്നിപ്പോൾ വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് ആരോപിച്ചു. പ്രധാനമായും CPMന്റെ സംസ്ഥാന സമിതി അംഗവും LDFന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ കൺവീനറുമായ CK ശശീന്ദ്രൻ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഒരു വിരുന്നുകാരിയെ പോലെയാണ് വയനാട്ടിലെത്തുന്നത്. അവർ അവിടെ ആഡംബര ജീവിതം അല്ലെങ്കിൽ ആഡംബര ഹോട്ടലിൽ താമസിച്ച ശേഷം അവർ മടങ്ങുന്നു. ഇപ്പോഴും ഈ വനം വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇടപെടുന്നില്ല. എന്തായാലും ഈ 1972 ഈ വനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി, ആ ഭേദഗതിക്കായി ഒരു സ്വകാര്യ ബിൽ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി അവതരിപ്പിക്കാൻ തയ്യാറാണെന്നും CK ശശീന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തു. വയനാടിൻ്റെ MP ആണ്, വിരുന്നുകാരിയെ പോലെ വല്ലപ്പോഴും അവിടെ വരും. അതുകൊണ്ട് വയനാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. ഞങ്ങളുടെ MP എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് 1972 വനനിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അവർ തയ്യാറാവണം. 2 ദിവസമായി നടന്ന ഈ രാപ്പകൽ സമരത്തിൽ വലിയ രീതിയിൽ പ്രത്യേകിച്ച് LDFന്റെ ജില്ലാ കമ്മിറ്റിയാണ് നടത്തിയെങ്കിൽ പോലും അത് ഒരു ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു സമരമായി മാറി, ഒരു പ്രക്ഷോഭമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെല്ലാം തന്നെയും വ്യക്തമാക്കുന്ന വീഡിയോ സഹിതം കേരള ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ ഇത് ജില്ലാ കമ്മിറ്റി നേതൃത്വമെല്ലാം തന്നെയും പ്രദർശിപ്പിക്കുകയുണ്ടായി. നിരവധി പേരുടെ സാന്നിധ്യം കൊണ്ടെല്ലാം തന്നെയും ഈ ഒരു സമരം ദേശീയമായ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സമരമായി പ്രക്ഷോഭമായി മാറി. ഇനിയും ഈ കേന്ദ്ര അവഗണന തുടർന്ന്
തുടർന്നാൽ വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും ഒരു പ്രഖ്യാപനത്തോടെയാണ് ഈ ഒരു രാപ്പകൽ സമരം അവസാനിച്ചത്. വരും ദിവസങ്ങളിൽ ഈ സമരം ഈ കേന്ദ്രത്തിൽ നിന്നും സഹായം ലഭിക്കുന്നതുവരെ വയനാട്ടിലും സംസ്ഥാനത്തെല്ലാം തന്നെയും ഇനിയും സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്ന സമര പ്രഖ്യാപനത്തോടെ 2 ദിവസത്തെ രാപ്പകൽ സമരം ദില്ലിയിൽ ഇന്ന് സമാപിക്കുകയും ചെയ്തു. അസിത. ശരി, CB ജോസഫ് വിവരങ്ങൾ നൽകിയത്.